ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മളിൽ പലരും പലവിധമായ സോഷ്യൽ മീഡിയകൾ യൂസ് ചെയ്യുന്നവരാണ്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, അതുപോലെ അങ്ങനെ പലവിധമായ സോഷ്യൽ മീഡിയകളെല്ലാം യൂസ് ചെയ്യുന്നവരാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഒരു ദൂരയാത്ര പുറപ്പെടാൻ ഇടയായി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കി. കുറേ നേരം മൊബൈൽ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം എനിക്ക് കുറേ നേരം കഴിഞ്ഞപ്പോൾ അങ്ങ് മടുത്തു. ഞാൻ നേരെ പുറത്തേക്ക് നോക്കി ഓരോ കാഴ്ചകളും ഓരോ ഭംഗികളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അല്പദൂരം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ നോക്കിയപ്പോൾ അവൻ ഈ മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നതെല്ലാം ഞാനിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അവൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇങ്ങനെ നോക്കിക്കൊണ്ട് അവൻ ചെയ്യുന്നത് ഇങ്ങനെ നോക്കി. നമുക്കറിയാം, ഈ നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളുടെ അക്കൗണ്ടിൽ നിന്നുള്ള ഫോട്ടോസും അല്ലെങ്കിൽ അവർ ഇട്ടേക്കുന്ന വീഡിയോസുമായിരിക്കും നമ്മുടെ മൊബൈലിലേക്ക് കൂടുതലും വരുന്നത്. എന്നാൽ അതിന് വിപരീതമായി അവൻ ആദ്യം തന്നെ ഒരു പരസ്യം കാണുകയാണ്. അവൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി അല്ലെങ്കിൽ അവൻ്റെ ജോലി മേഖലയുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പരസ്യം. അവൻ അത് കണ്ടു, വായിച്ചു, സ്ക്രോൾ ചെയ്തു പോയി. എന്നാൽ കുറച്ച് വീഡിയോസ് കഴിഞ്ഞു, കുറച്ച് ഫോട്ടോസ് കഴിഞ്ഞു, വീണ്ടും അതുപോലെയുള്ള പരസ്യങ്ങൾ. എന്നാൽ കുറേ നേരം കഴിഞ്ഞപ്പോൾ പതിവിലും വിപരീതമായുള്ള പരസ്യങ്ങൾ. വിപരീതം മീൻസ് തെറ്റായ പരസ്യം എന്നല്ല, മറിച്ച് മറ്റ് പ്രൊഡക്റ്റുകളുടെ അല്ലെങ്കിൽ മറ്റ് ടെക് ഗാഡ്ജറ്റുകളുടെ ഓരോ പരസ്യങ്ങൾ. അതായത് അവൻ ഫോളോ ചെയ്യാത്തതോ അവന് ആവശ്യമില്ലാത്തതോ ആയിട്ടുള്ള പരസ്യങ്ങൾ പോലും അവൻ്റെ മൊബൈലിലേക്ക് വരുന്നു, അതും അവൻ ഫോളോ ചെയ്യാത്തത്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ ആദ്യം കണ്ടപ്പോൾ എന്താണെന്നറിയാൻ അവൻ അത് തുറന്നു നോക്കി. അവൻ അതിനകത്തിൽ എഴുതിയേക്കുന്നത് വായിച്ചു നോക്കി. അതിനുശേഷം അവൻ സാധാരണ പോലെ തന്നെ അവൻ്റെ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അവൻ യൂസ് ചെയ്തു. ഫോട്ടോസും വീഡിയോസും എല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. തുടർന്ന് ഞാൻ നോക്കിയപ്പോൾ നേരത്തെ വായിച്ചതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ആഡുകൾ അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു. അവൻ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവന് വന്നുകൊണ്ടിരുന്ന ഒരു പരസ്യങ്ങളുടെ അൽഗോരിതം തന്നെ ചേഞ്ചായി. അതായത് അവനൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കി, അവനൊന്ന് വായിച്ചു, പിന്നീട് വരുന്നത് അവൻ വായിച്ചതുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ അടങ്ങിയ പരസ്യങ്ങൾ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം കടന്നുപോയി. നമ്മളിലും ഒരു പാപം കടന്നു വരുന്നത് ഇങ്ങനെ തന്നെ. നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ കണ്ണിലേക്കും ഈ ഒരു മേഖല കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയൊരു കാര്യമാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇടം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞു തന്നത്. അതായത് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന കാര്യം നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ചിന്തകളിലേക്കും എല്ലാം ഇത് റീഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് സേവ് ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യം നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് തെറ്റല്ല എന്ന് തോന്നുന്ന തരത്തിൽ നമ്മൾ ഈ ഒരു കാര്യത്തെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ അതൊരു പാപമാണ്. നമ്മൾ കണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ കേട്ട കാര്യം, നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നതോ പ്രവർത്തിച്ചതോ ആയ ചെറിയ കാര്യം അത് തെറ്റല്ല എന്ന് നമ്മുടെ ഹൃദയത്തിൽ തോന്നുകയും പിന്നീട് അത് തെറ്റിലേക്ക് പോകാൻ അടുക്കും തോറും നമ്മുടെ ഹൃദയം ഓട്ടോമാറ്റിക്കലി പറഞ്ഞു തരും, അത് കുഴപ്പമില്ല, അത് ചെയ്താലും ആരും അറിയാൻ പോകുന്നില്ല, നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മാത്രമല്ലേ അറിയുന്നുള്ളൂ. നമ്മളിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് നമ്മൾ പോലും അറിയാതെ കയറിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ആ ആഡ് വന്നപ്പോൾ നമ്മൾ പോലും ചിന്തിച്ചില്ല ഇതിന് തുടർച്ചയായി ഇതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആഡുകളായിരിക്കും വരാൻ പോകുന്നതെന്ന് പോലും ചിന്തിക്കാതെ, അല്ലെങ്കിൽ അതേ രീതി തന്നെ നമ്മുടെ ജീവിതത്തിലേക്കും ഇതേ പ്രവൃത്തി, നേരത്തെ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ ആഡുകളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രവർത്തനമല്ലാത്ത ഒരു പിക്ചറാണ് വന്നതെങ്കിൽ ഇന്ന് പ്രവൃത്തിയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പല കണ്ടന്റുകൾ കടന്നു വരുന്നു. നമ്മളിൽ പലരും പല രീതിയിലുള്ള പ്രവണതകളുള്ളവരാണ്. അതായത് കുറ്റം പറയുന്നവരുണ്ടാകും, പരദൂഷണം പറയുന്നവരുണ്ടാകും, തെറ്റായ വാക്കുകൾ സംസാരിക്കുന്നവരുണ്ടാകും. ചിലപ്പോൾ ഈ കൊച്ചുകുട്ടികളുടെ വായിൽ നിന്നെല്ലാം പല രീതിയിലുള്ള പ്ലേച്ച വാക്കുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ആദ്യമൊക്കെ നമ്മളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പട്ടി, പൂച്ച എന്നൊക്കെ പറയുമ്പോൾ അവർ തമാശ എന്ന വണ്ണം അവർ ചിരിച്ച് പരിഹസിക്കും, അല്ലെങ്കിൽ മുതിർന്നവരെ തല്ലുന്നതോ മുതിർന്നവരെ ചീത്ത വിളിക്കുന്നതോ എല്ലാം അവർക്കൊരു തമാശയായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ പോലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചിന്തിക്കാതെ പോലും അവരുടെ ഉള്ളിലേക്ക് കയറി വരുന്ന അല്ലെങ്കിൽ ഫീഡാവുന്ന ഒരു കാര്യമുണ്ട്. അത് തെറ്റാകുന്നില്ല. ഞാൻ പറയുന്നത് തമാശയാണ്. ഞാൻ പറയുന്ന വാക്ക് മോശമായ വാക്കുകളോ മോശമായ സംസാരമോ ഒന്നുമല്ല. കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല അത് എപ്രകാരമാണ്, ശരിയാണോ തെറ്റാണോ എന്ന്. പക്ഷേ അത് കാണുന്ന മാതാപിതാക്കളോ അല്ലെങ്കിൽ അത് കാണുന്ന സഹോദരങ്ങളോ ചിന്തിക്കുന്നില്ല. ഇത് വളർന്നു വരുമ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് അത് ഇടം പിടിച്ച് അത് വലിയൊരു വിപത്തിലേക്ക് പോകുന്നുവെന്ന് വചനം പറയുന്നുണ്ട്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു,
പാപത്തിൽ നിന്ന് മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവമക്കളെ, ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പ്രാവർത്തികമാകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സാഹചര്യം ഇതേ രീതിയിൽ തന്നെ നമ്മൾ കണ്ടപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു മോഹമുണ്ടായിരുന്നു. ആ മോഹം നമ്മൾ അത് കയറി നോക്കി, തുടർന്ന് അത് വായിച്ചു, നമ്മുടെ അകത്തേക്ക് വന്നു. തുടർന്ന് ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ അൽഗോരിതം മൊത്തത്തിലേ ചേഞ്ചായി. അതുവരെ അവൻ കണ്ടുകൊണ്ടിരുന്ന അൽഗോരിതം അല്ല തുടർന്ന് വന്നത്. ആ അൽഗോരിതം ചേഞ്ചായിട്ട് തുടർന്ന് അവൻ കണ്ട ആഡ് കൂടി റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അൽഗോരിതത്തിലേക്ക് മാറുകയുണ്ടായി. ഇതേ രീതി തന്നെയാണ് മനുഷ്യ മനസ്സിൻ്റെയും അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലേക്ക് കടന്നു വരുന്ന പാപത്തിൻ്റെയും അവസ്ഥ. ഒരു പാപം നമ്മുടെ ഉള്ളിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് വലിയ രീതിയിലായിരിക്കത്തില്ല. പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ മദ്യപാനം ശീലമാക്കാൻ വേണ്ടി തുടങ്ങിയതല്ല, ഞാൻ മദ്യപാനം തുടങ്ങുന്നത് ലഹരിയില്ലാത്ത ചെറിയ പദാർത്ഥങ്ങളിലൂടെ ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ തുടർന്ന് എൻ്റെ പ്രായത്തിൻ്റെ വളർച്ച എത്തിക്കൊണ്ടിരുന്നപ്പോൾ അത് ഓരോ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വളർന്ന് ഞാനിതാ മുഴുക്കുടിയനായി മാറി എന്നുള്ള ഒരു റിയലൈസേഷൻ, അല്ലെങ്കിൽ അവർ ആയിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ അത് ഒത്തിരി വൈകിപ്പോയി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്കും ഈ പാപം വരുന്നത് നമ്മൾ പോലും അറിയാതെ. നമ്മുടെ ചെറിയ ഒരു മോഹം, വചനം പറയുന്നത് പോലെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുക. അതായത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾക്ക് കാണണം, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കണം, നമുക്ക് പ്രവർത്തിക്കണം എന്നുള്ളൊരു ചെറിയ ഒരു പ്രവർത്തന രീതി അത് മാറ്റപ്പെടുകയാണ്. അത് മാറി പിന്നെ വരുന്നത് ഒരു പാപത്തെ പ്രസവിച്ചു. അതായത് നമ്മളെ തെറ്റിലേക്ക് അടിമപ്പെടുത്തുന്ന, ആ പാപത്തിലേക്ക് അടിമപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മളെ മാറ്റുകയും തുടർന്ന് നമുക്ക് ആ പാപത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ ആ ഒരു മരണത്തിലേക്ക്, നമ്മുടെ ആത്മാവിനെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവണതയാണ് ഈ ഒരു പാപം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. എന്നാൽ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്കൊരു രക്ഷകനുണ്ട്, കർത്താവായ യേശുക്രിസ്തു. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ വഹിച്ചവൻ, നമുക്ക് വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി പോലും 2000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ശരീരവും തൻ്റെ രക്തവും ഭൂമിയിലേക്ക് ചൊരിഞ്ഞവൻ. അവൻ്റെ സന്നിധിയിൽ വന്ന് നിങ്ങളുടെ മുട്ടുകൾ മടക്കി, അവൻ്റെ മുൻപിൽ വന്ന് മുഴങ്കാലുകൾ മടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഈ പാപത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ശാപത്തിൽ നിന്ന്, ഈ ഒരു മേഖലയിൽ നിന്ന്, വിട്ടുമാറ്റാൻ പറ്റാത്ത പാപ മേഖലയിൽ നിന്ന് ഒരു വിടുതൽ എനിക്ക് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ അതിൽ നിന്ന് വിടുവിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പല പ്രവാചകന്മാരും, പല വൈദികരും, പല സന്യസ്തരും, പല സുവിശേഷകരും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് അവരിൽ പാപം കടന്നു വരരുത്. അവർ ചെയ്യുന്ന ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മാത്രമേ സ്ഥാനമുണ്ടാകാൻ പാടുള്ളൂ. അവർ ചെയ്യുന്ന ശുശ്രൂഷകളിൽ ദൈവവുമായിട്ടുള്ളൊരു കണക്ഷൻ മാത്രമേ വരാൻ പാടത്തുള്ളൂ. ലോകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത തരത്തിൽ, ഒരു കൂട്ടിയോജിപ്പ് ഇല്ലാത്ത തരത്തിൽ വേണം ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യണം എന്നുള്ളൊരു രീതി ഉള്ളത് കൊണ്ട് അവർ കൂടുതൽ സമയവും പ്രാർത്ഥിക്കുന്നതും മുഴങ്കാൽ മടക്കുന്നതും കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതെല്ലാം. ദൈവമക്കളെ, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ വന്ന് നിങ്ങളെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും. നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവവചനം പറയുന്നുണ്ട്, മനുഷ്യന് അതിജീവിക്കാൻ പറ്റാത്ത പ്രലോഭനങ്ങളൊന്നും അവന് വരുന്നില്ലെന്ന്. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഞാനും നിങ്ങളും അനുഭവിച്ചതിനേക്കാൾ ഒത്തിരി വലിയ പ്രലോഭനങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ അനുഭവിച്ചിരിക്കുന്ന പ്രലോഭനങ്ങളോ, നമ്മൾ അനുഭവിച്ചിരിക്കുന്ന പരിഹാസങ്ങളോ, നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ദുഃഖങ്ങളോ, അതെല്ലാം മനുഷ്യരൂപം എടുത്തു വന്ന യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഈ പ്രലോഭനങ്ങളെ എങ്ങനെ അതിജീവിക്കണം, ഈ ഒരു പ്രലോഭന സാഹചര്യം പോലും എങ്ങനെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം എന്നെല്ലാം യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ ആദിമ മാതാപിതാക്കളായ ആദവും ഹവ്വയും സർപ്പത്തിൻ്റെ മുൻപിൽ വഞ്ചിക്കപ്പെട്ടപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു കടന്നു വരികയും യേശുക്രിസ്തുവിൻ്റെ ദൗത്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് പറയുന്നുണ്ട്, ഇത് നീ എൻ്റെ മുൻപിൽ വന്ന് ആരാധിച്ചാൽ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ആ ഒരു പ്രലോഭനം പോലും അവിടെ ആ ഒരു ദൗത്യത്തെ തുടക്കത്തിൽ തന്നെ അവിടെ ശാസിച്ചു പുറത്താക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ഒരു ദൈവിക പ്രവൃത്തി അവിടെ നമുക്ക് മാതൃകയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങളുടെ മുൻപിലേക്ക് ഒരു പാപം കടന്നു വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുൻപിലേക്ക് ഒരു തെറ്റായ ഒരു പ്രവണത കടന്നു വരുന്നുണ്ടെങ്കിൽ, ആ നിമിഷം തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പുറത്താക്കിയാൽ
ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രവർത്തികളിൽ ആ ഒരു പ്രവർത്തനത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന തരത്തിൽ, ആ ഒരു പ്രവർത്തനം ഇല്ലാതാക്കുന്ന തരത്തിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ദൈവമക്കളെ, പലരും വീണു പോകുന്ന കാലഘട്ടങ്ങളാണ്. അതായത് നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതെ സൂക്ഷിക്കട്ടെ എന്ന ദൈവവചനം പറയുന്നത്. പല പ്രവാചകന്മാരും പല സുവിശേഷകരും പല വൈദികരും പല സന്യസ്തരും എല്ലാം വീണുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ്. പ്രവചനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കും. വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. അവനോട് കൂടെ ഉയർപ്പിക്കപ്പെടാൻ ഞാനും നിങ്ങളും തയ്യാറെടുക്കുന്നുണ്ടോ? നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കാൻ ഞാൻ നിങ്ങളോട് ദൈവനാമത്തിൽ ആഹ്വാനം ചെയ്യുക. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.